ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പി. ഇത് അറിയാത്തവർ ഈ വീഡിയോ മുഴുവനുമായിട്ട് കണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്കിൽ സമയം ഒട്ടും കളയാനില്ല, നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടന്നാലോ. ഇവിടെ ചപ്പാത്തി കുഴയ്ക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ ഉപ്പ് ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴക്കുകയായിരിക്കും നല്ലത്. നമ്മുടെ ചപ്പാത്തി നല്ലതുപോലെ സോഫ്റ്റും അതുപോലെ സ്മൂത്തും ആയി കിട്ടും. വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ ഉപയോഗിച്ച വെള്ളം സാധാരണ നമ്മളെ കുടിവെള്ളമാണ്, അല്ലാതെ ഫ്രിഡ്ജിലെ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളമോ ഒന്നുമല്ല. നമുക്ക് ചൂടുവെള്ളം ഉപയോഗിക്കാം. ചൂടുവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ വളരെ അധികം സ്റ്റിഫായിരിക്കും നമ്മുടെ ചപ്പാത്തി. ഇത് നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോഴായിരിക്കും നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. ഇതുപോലെ കുഴച്ചെടുത്ത് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ഇതുപോലെ അടച്ചു വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്, ഇത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അല്പം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ഇതുപോലെ നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യാനുസരണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ അല്പം ഗോതമ്പ് പൊടി വിതറി ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിനായി ഒരു പാനിലോട്ട് നമ്മളിതുപോലെ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ബ്രൗണിഷ് ആവുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഫുൾ ഫ്ലെയിമിലാകുമ്പോൾ ചിലപ്പം അടിക്ക് പിടിക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. ഇതുപോലെ ഒന്ന് ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ഇതുപോലെ ബ്രൗൺ ഡോട്ട്സ് വന്നിട്ടുണ്ടാകും. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ നമുക്ക് പൊള്ളിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് കാണാം നല്ല വീർത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ചപ്പാത്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തണുത്താലും ഇത്ര നേരം കഴിഞ്ഞാലും ഈ ഒരു സോഫ്റ്റ്നെസ് ഇതിനകത്തുണ്ടാവും. സാധാരണ ചപ്പാത്തി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഹാർഡായി പോകാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇവിടെ ഇത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും രാവിലെ ഉണ്ടാക്കിയ വൈകിട്ടും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് കീറി നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ഉള്ളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. 2 ലെയറായിട്ടാണ് കിട്ടിയേക്കുന്നത്. നല്ല അടിപൊളി ചപ്പാത്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. സാധാരണ ചപ്പാത്തി സോഫ്റ്റായി കിട്ടാൻ വേണ്ടി മുട്ട, തൈര്, അതുപോലെ തന്നെ ഓയിൽ എല്ലാം നമ്മൾ ചേർക്കാറുണ്ട്. ഇവിടെ ഇതൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ബീഫ് കറിയൊക്കെ ഒഴിച്ച് ഒരു പിടി പിടിച്ചാണല്ലോ, വേറെ ലെവലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.